നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ മൂന്നാം തവണയും പിണറായി സർക്കാരെന്ന് BJPയുടെ സർവേ റിപ്പോർട്ട്. കഴിഞ്ഞ മാസം BJP കേന്ദ്ര നേതൃത്വം കേരളത്തിലൊരു സർവേ നടത്തിയിരുന്നു. കേരളത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ എങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നായിരുന്നു ആ സർവേയുടെ അടിസ്ഥാനം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബോംബെയിലെ പ്രമുഖ ഒരു സർവേ ഏജൻസിയെ കൊണ്ട് 14 ജില്ലകളിലും BJP കേന്ദ്ര നേതൃത്വം ഒരു സർവേ നടത്തിച്ചത്. ഈ സർവേയിലാണ് അടുത്ത തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന റിപ്പോർട്ട് BJP കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചത്. ഈ റിപ്പോർട്ടിനെ വച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതെന്നാണ് BJP നേതാക്കൾ പലരും പറയുന്നത്. കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണം തുടരുമെന്ന് BJP കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയത്രേ. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ BJP സർക്കാരിന് അതുകൊണ്ട് പ്രത്യേകിച്ച് അലോസരമൊന്നും ഉണ്ടാകില്ല. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരരുതെന്ന് BJP സർക്കാരിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് നിർബന്ധമുണ്ട്. കാരണം കർണാടകയിലും കേരളത്തിലും തെലുങ്കാനയിലും കോൺഗ്രസ് സർക്കാരുകളും തമിഴ്നാട്ടിൽ DMK സർക്കാരുമായാൽ പിന്നെ BJPക്ക് ദക്ഷിണേന്ത്യയിലേക്ക് ഒരു എൻട്രി ഇല്ല. ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും എൻട്രി ഉള്ളത് കേരളത്തിലാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ മോഹങ്ങൾ BJPക്ക് വലുതാണ്. അപ്പോഴാണ് BJP കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലുള്ള സർവേ നടത്തിയത്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ആ സർവേയിൽ ഉയർന്നത്. കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ സർവേയിൽ ജനങ്ങൾ തൃപ്തരാണോ എന്ന് മാത്രമല്ല, കേന്ദ്രം കേരളത്തിന് നൽകുന്ന സഹായം കേരളത്തിലെ സർക്കാർ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഈ സർവേയിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്ന സഹായത്തിൽ കേരളത്തിലെ ജനങ്ങൾ തൃപ്തരാണെന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ള അഭിപ്രായവും ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായി. ഇതോടുകൂടിയാണ് 2026 തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുമെന്ന് BJP കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് അനുമാനിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് വച്ചാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് സംസാരിച്ചത്. കേരളത്തിലേക്ക് ഇനിയും വികസന പ്രവർത്തനങ്ങൾക്കായി പണം നൽകാനും കേന്ദ്ര സർക്കാർ ഒരുക്കമാണെന്നും അത്തരം പണം നൽകിയാൽ അത് നടപ്പിലാക്കാൻ കഴിവുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കേരളത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്നും ജനങ്ങൾ അതിൽ തൃപ്തരാണെന്നുമാണ് പ്രധാനമന്ത്രിക്ക് കിട്ടിയ വിവരം. പ്രധാനമന്ത്രിക്ക് ഒരു വിവരം കിട്ടുമ്പോൾ അത് വളരെ കൃത്യമായ വിവരമായിരിക്കും. അത് വച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത്. കേരളത്തിലേക്ക് ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ വരും. 6 വരി പാത ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വിഴിഞ്ഞം പ്രൊജക്ട് തന്നെ കേരളത്തിനും ഇന്ത്യക്കും വലിയ അഭിമാനമാണ്. ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ താൻ അഭിനന്ദിക്കുന്നു എന്നെല്ലാം പ്രധാനമന്ത്രി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ BJPയുടെ സർവേ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ്. മൂന്നാം വട്ടവും പിണറായി സർക്കാർ കേരളത്തിൽ വരുന്നത് കേന്ദ്ര BJP സർക്കാർ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇവിടെ ഒരു കോൺഗ്രസ് സർക്കാർ വന്നാൽ അത് മറ്റൊരു എട്ടുമുട്ടിലേക്ക് പോകുമെന്ന് മാത്രമല്ല, കർണാടകയിലും കേരളത്തിലും തെലുങ്കാനയിലും എല്ലാം കോൺഗ്രസ് സർക്കാരുകൾ വരുന്നത് ദക്ഷിണേന്ത്യയിൽ BJPയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെ കേരളത്തിൽ വരുമെന്നുള്ള സന്തോഷത്തിലാണ് CPM-നേക്കാൾ BJP നേതൃത്വം.